Hi all. So we'll be continuing to do problems from the topic per unit systems. So let us have a look at the next problem from per unit systems. Okay, the problem goes like this. A 75 MVA 10 kV synchronous generator has XD equal to 0.4 per unit. Then XD value in per unit to a base of 100 MVA 11 kV is option A 0.578, option B 0.279, option C 0.412 and option D 0.44. Okay, ഇത് പ്രീവിയസ് ഇയർ ഗേറ്റിൽ ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇതിൽ ഏത് ഫോമുലയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യുക? നമ്മൾ ലാസ്റ്റ് വീഡിയോ സെഷനിൽ പഠിച്ചതാണ്, ലെക്ചർ വീഡിയോയിൽ എങ്ങനെയാണ് per unit reactance value given അല്ലെങ്കിൽ ഓൾഡ് per unit reactanceനെ ന്യൂ ബേസ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നാണ്. ഓക്കെ, സോ ദോസ് ഹു ഹാവ് നോട്ട് വാച്ച് ദാറ്റ് വീഡിയോ പ്ലീസ് വാച്ച് ദ വീഡിയോ ആൻഡ് സീ ദ ഡെറിവേഷൻ ആൻഡ് കം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഫോർമുല എഴുതാം. ദാറ്റ് ഇസ് ഫോർമുല ടു കൺവേർട്ട് ദ per unit reactance old value from the old base value to the new base value. Okay, so XD per unit new is equal to XD per unit old into kV base old by kV base new the whole square into MVA base new by MVA base old. ഈ ഫോർമുല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ? ഈ ഫോർമുല നമുക്ക് മിക്ക per unit പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് മെമ്മറൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ബേസിക് ആയിട്ട് കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഓൾഡ് കെ വി ബേസും ഓൾഡ് എം വി ബേസും ആദ്യം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഏത് പുതിയ ബേസ് വാല്യൂയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നും കണ്ടുപിടിക്കുക. അതായത് പുതിയ കെ വി ബേസ് വാല്യൂ, അതായത് കെ വി ബേസ് ന്യൂ, അതുപോലെ തന്നെ പുതിയ എം വി എ ബേസും, അതായത് എം വി എ ബേസ് ന്യൂ വാല്യൂസും കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിൽ മെൻഷൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് സിൻക്രണസ് ജനറേറ്റർ ആണ്. സിൻക്രണസ് ജനറേറ്ററിന്റെ XD വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? 0.4 പെർ യൂണിറ്റ്. അപ്പൊ ഈ 0.4 പെർ യൂണിറ്റ് ആണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ള വാല്യൂ. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വാട്ട് യുവർ XD പെർ യൂണിറ്റ് ഓൾഡ്. സോ ദ ഗിവൺ synchronous reactance of the generator, specified reactance of the device or the machine ഏതാണ്? 0.4 പെർ യൂണിറ്റ് ആയിരിക്കും നിങ്ങളുടെ XD പെർ യൂണിറ്റ് ഓൾഡ് വരിക. ഓക്കെ, റിയാക്ടൻസ് ഓൾഡ് വാല്യൂ വരിക. അതേപോലെ തന്നെ ആ മെഷീന്റെ ഗിവൺ റേറ്റിംഗ്സ് ബോത്ത് കെ വി ബേസ് ആസ് വെൽ ആസ് എം വി എ ബേസ് റേറ്റിംഗ്സ് അതായിരിക്കും ഓൾഡ് വാല്യൂസ്. അപ്പൊ ഈ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? മെഷീന്റെ ഗിവൺ വാല്യൂസ് 75 MVA, 10 kV ജനറേറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഓൾഡ് ബേസ് വാല്യൂസ് ആയിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും ഓൾഡ് ബേസ് വാല്യൂസ് ആയിട്ട് ഫിക്സ് ചെയ്യും. അപ്പൊ ന്യൂ ബേസ് വാല്യൂസ് എന്തായിരിക്കും? ഇതിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് പെർ യൂണിറ്റ് റിയാക്ടൻസിനെ, പുതിയ ബേസ് വാല്യൂസിലേക്ക്. അപ്പൊ ദീസ് ആർ യുവർ ന്യൂ ബേസ് വാല്യൂസ് ഫോർ ബോത്ത് യുവർ വോൾട്ടേജ് ആസ് വെൽ ആസ് ഫോർ യുവർ MVA. So old kV base is 10 kV, old MVA base is 75 MVA, new kV base is 11 kV and new MVA base is 100 MVA. അപ്പൊ സിമ്പിൾ ആണ്, ജസ്റ്റ് ഇനി ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നെക്സ്റ്റ് നമ്മൾ XD പെർ യൂണിറ്റ് ഓൾഡ് കിട്ടി 0.4, kV base old എന്താണ്? 10, kV base old is 10. Okay, so we'll fix it as 10 here. Then what is kV base new? kV base new is 11. So 11, 10 by 11 the whole square വന്നു. MVA base new ആണ് അടുത്തത്. Okay, MVA base new is 100 വന്നു. And MVA base old is given MVA base 75. Okay, അപ്പൊ ഇത് തെറ്റാതെ എടുത്ത് എഴുതാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഓൾഡ് ബേസും ന്യൂ ബേസും എന്താണെന്ന് പ്രോബ്ലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്പെക്ഷൻ വഴി പെട്ടെന്ന് എഴുതാൻ പറ്റണം. പിന്നെ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഫോർമുലയിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇത് വന്നിട്ട് 0.4 × 10/11 എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു
0.9 അടുത്ത് വരും അല്ലെ, 0.9 സ്ക്വയർ വരും. 100/75 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 25 പോയി. സോ 4/3 വരും. ഓക്കെ, സോ 4/3 will be some 1.3 like okay 3 something. Yes, so ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. We just solve it. So when I'm solving it, we get 0.4 into 0.9 the whole square into 1.33. So you'll get the answer close to 0.44. Okay, you'll get the answer close to 0.44. ഇതില് ഏറ്റവും ക്ലോസസ്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ സി 0.412 ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ആൻസർ ക്ലോസസ്റ്റ് ഡെസിമൽ അപ്രോക്സിമേഷൻ വരുന്നത് 0.44 ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ സിമ്പിൾ അല്ലേ. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. Okay, so we'll move on to the next question. Okay, question number 2. The per unit parameters for a 500 MVA machine on its own base are inertia M equal to 20 per unit, reactance X equal to 2 per unit. The per unit values of inertia and reactance on 100 MVA common base respectively are. Okay, അപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. Option A is 4,0.4. 4 is the per unit value of inertia and reactance in the per unit value 0.4 like that. B 110, C 410, D 100 and 0.4. Okay, അപ്പോൾ ഇവിടെ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്. ഒന്ന് എന്താണ്, ഒന്ന് ഇനേർഷ്യയും രണ്ടാമത്തേത് റിയാക്ടൻസും. അപ്പൊ നമ്മൾ ഇതുവരെ ഇനേർഷ്യയുടെ പെർ യൂണിറ്റ് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. സോ അതിൽ ഫോർമുലയിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്നത് പെർ യൂണിറ്റ് റിയാക്ടൻസ് ഒരു ഓൾഡ് ബേസ് വാല്യൂയിൽ നിന്ന് ന്യൂ ബേസ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫോർമുലയാണ്. അപ്പൊ നമുക്ക് ആദ്യം റിയാക്ടൻസിന്റെ പെർ യൂണിറ്റ് വാല്യൂ ഓൺ 100 MVA കോമൺ ബേസ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഇനേർഷ്യയിലേക്ക് പോകാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കെ വി ബേസ് ഓൾഡും ന്യൂ വാല്യൂസും ഒന്നും തന്നെ സ്പെസിഫൈഡ് അല്ല. നമുക്ക് സ്പെസിഫൈ ചെയ്തേക്കുന്നത് ക്വസ്റ്റ്യനില് MVA റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോ 500 MVA മെഷീനാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. സോ ഇതെന്തായിരിക്കും, ദിസ് ഇസ് ദ ഓൾഡ് MVA ബേസ്. ഓൾഡ് MVA ബേസ് മെഷീന്റെ ഗിവൺ അല്ലെങ്കിൽ റേറ്റഡ് MVA is 5 MVA. So old MVA base is 500 MVA. അപ്പൊ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് per unit value of reactance on 100 MVA കോമൺ ബേസിലേക്കാണ്. ഇപ്പൊ ന്യൂ MVA ബേസ് എന്താണ്, ന്യൂ MVA ബേസ് 100 MVA. So this is your what new MVA base. 100 MVA is new MVA base. അപ്പൊ നമുക്ക് KV ബേസ് അറിഞ്ഞിരുന്നാലും നമുക്ക് എന്താ നമ്മുടെ ഫോർമുല എന്താ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ദാറ്റ് ഈസ് നോട്ട് എഴുതാം. എക്സ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു എക്സ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബേസ് ഓൾഡ് ബൈ കെ വി ബേസ് ന്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എം വി എ ബേസ് ന്യൂ ബൈ എം വി എ ബേസ് ഓൾഡ്. റൈറ്റ്, എം വി എ ബേസ് ഓൾഡ്. ദിസ് ഇസ് ദ ഫോർമുല. സോ ഇതിൽ നമുക്ക് കെ വി ബേസ് ക്വസ്റ്റ്യനിൽ മെൻഷൻഡ് അല്ല. സോ വിൽ അസ്യൂം ദാറ്റ് ദ ന്യൂ കെ വി ബേസ് ആൻഡ് ഓൾഡ് കെ വി ബേസ് വാല്യൂസ് ആർ ദ സെയിം. ഓക്കെ, സോ ദിസ് കെ വി ബേസ് ഓൾഡ് ആൻഡ് ന്യൂ ബീങ് ദ സെയിം, ദിസ് വിൽ ബി 1:1. ഈ ടേം നമുക്ക് ഉണ്ടാവില്ല. സോ നമുക്ക് ക്വസ്റ്റ്യനിലെ എം വി എ ബേസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അസംഷൻ ചെയ്യാം, അതിൽ തെറ്റില്ല. അപ്പോൾ നമുക്ക് അറിയാം എക്സ് പെർ യൂണിറ്റ് ന്യൂ എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇറ്റ് ഇസ് റിലേറ്റഡ് ടു യുവർ ന്യൂ എം വി എ ബേസ്. അതായത് 100 MVA ലേക്ക് പ്രപ്പോർഷണൽ ആയിട്ട് അത് ചേഞ്ച് ആകും വിത്ത് റിലേറ്റഡ് ഇൻ ഓർ വിത്ത് റെഫറൻസ് ടു യുവർ ഓൾഡ് എം വി എ ബേസ്. ഓൾഡ് എം വി എ ബേസ് എത്രയാ? 500 MVA. സോ പെർ യൂണിറ്റ് ഓൾഡ് വാല്യൂ എന്താണ്? പെർ യൂണിറ്റ് ഓൾഡ് വാല്യൂ റിയാക്ടൻസിന്റെ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 2 per unit. So 2 into MVA base new is 100. 2 into 100 by MVA base old is 500. So 2 into 100 by 500 means 2 by 5. That is 0.4
പെർ യൂണിറ്റ് കിട്ടി, എക്സ് പെർ യൂണിറ്റ് ന്യൂ വാല്യൂ. സോ റിയാക്ടൻസിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. പെർ യൂണിറ്റ് വാല്യൂ ഓഫ് റിയാക്ടൻസ് എത്രയാണ്? 0.4 പെർ യൂണിറ്റ് ആണ്. ഇനി നമുക്ക് ഇനേർഷ്യയിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇനേർഷ്യ കോൺസ്റ്റന്റ് നിങ്ങൾ എച്ച് പഠിച്ചിട്ടുണ്ട്. So H is actually proportional to M. So inertia constant is inversely proportional to the MVA rating of the machine. That is, നമ്മൾ പഠിച്ചിട്ടുണ്ട് the formula for H is equal to stored kinetic energy by MVA rating ആണ്. Okay. So we know that inertia constant H or M is also denotes inertia. So M or H is what inversely proportional to the MVA rating. അപ്പോൾ നമ്മൾ per unit M കാണുകയാണെങ്കിൽ, per unit value of M കാണുകയാണെങ്കിൽ, so let me rub this value. Okay, so X per unit new we have got it as, I just write the answer here, X per unit നമുക്ക് 0.4 കിട്ടി. ഇനി നമ്മൾ M per unit ആണ് കാണാൻ പോകുന്നത്. Inertia constants per unit value. Okay, M per unit mu is equal to M per unit old into, see, M per unit mu is inversely proportional to what? MVA. So M per unit mu is inversely proportional to MVA mu. അല്ലേ? ഇത് inversely proportional ആണ് to MVA. So denominator MVA mu വരും. M per unit old into numerator എന്ത് വരും? MVA old വരും. Okay, so here you can see that the per unit reactance of inertia constant is inversely proportional to the what? It is varying inversely with respect to your MVA rating. അപ്പൊ ആ ഒരു വ്യത്യാസം വരും. നമ്മൾ റിയാക്ടൻസിന്റെ പെർ യൂണിറ്റ് കണ്ടപ്പോൾ നമ്മുടെ ഫോർമുലയിലെ MVA ബേസ് ന്യൂ ബൈ ഓൾഡ് ആയിരുന്നു. അപ്പൊ അതായത് പ്രപ്പോർഷൻ ആയിട്ടാണ്, അതായത് MVA റേറ്റിംഗ് പുതിയ ബേസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പ്രപ്പോർഷൻ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റിയാക്ടൻസും ആ ബേസ് വാല്യൂയിലേക്ക് പ്രപ്പോർഷൻ ആയിരിക്കും വിത്ത് റിലേറ്റീവ് ടു യുവർ ഓൾഡ് ബേസ് MVA ബേസ് വാല്യൂസ്. പക്ഷെ ഇവിടെ ഇനേർഷ്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇറ്റ് വിൽ ആക്ച്വലി as inertia constant is inversely proportional to your MVA rating of the machine. ഫോർമുലയിൽ വ്യത്യാസമുണ്ട്. ഇൻറ്റു MVA ബേസ് ഓൾഡ് ബൈ MVA ബേസ് ന്യൂ എന്നായിരിക്കും ഫോർമുലയിൽ വ്യത്യാസം വരാൻ പോകുന്നത്. അവിടെ KVA ബേസ് നമുക്ക് വരുന്ന കാര്യവുമില്ല. അപ്പോൾ MVA ബേസിന്റെ റേഷ്യോ എടുത്താൽ മതി, ഓൾഡ് ബൈ ന്യൂ. അപ്പൊ M per unit old എന്താണ്? M per unit old വാല്യൂ തന്നിട്ടുണ്ട്, just 20. This is the given value. So 20 into MVA base old is 500. So 500 by MVA base new is 100. Okay, so this you will get it as what? 20 into 500 by 100, right? So you'll get it as 100. Am I right? Yes. Okay, so see, from this problem we have got X per unit as 0.4 and M per unit new and X per unit new. I'll just rewrite the answers. Okay, this X per unit new as 0.4 നമുക്ക് നേരത്തെ കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടിയത് M per unit new. M per unit new എന്താ കിട്ടിയത്? We have got it as 100. Okay, so this is the new values that we have got. So you can see that നമുക്ക് റിയാക്ടൻസിന്റെ വാല്യൂ, അതായത് ഇവിടെ ശരിക്കും റിയാക്ടൻസിന്റെ വാല്യൂ എത്രയായിരുന്നു? 2 per unit ആണ്. ഈ 2 per unit 0.4ലേക്ക് കുറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ MVA ബേസ് ഇവിടെ related to your old MVA base, new MVA base has actually decreased. അപ്പോൾ ന്യൂ MVA ബേസിനോട് പ്രപ്പോർഷണൽ ആണ് നമ്മുടെ X per unit ന്യൂയുടെ വാല്യൂ. അപ്പൊ ന്യൂ MVA ബേസിന്റെ വാല്യൂ കുറഞ്ഞു. ആസ് MVA base has scaled down, your X per unit value has also scaled down. But look at the value for inertia constant.
ഇനേർഷ്യ കോൺസ്റ്റന്റ് എം എത്രയായിരുന്നു? ഓൾഡ് വാല്യൂ 20 പെർ യൂണിറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ 20 പെർ യൂണിറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു യുവർ MVA ബേസ് റേറ്റിംഗ്. അപ്പൊ MVA ബേസ് ഇവിടെ കുറഞ്ഞുകൊണ്ട് എന്താ ചെയ്ത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് അത് സ്കെയിൽ അപ്പ് ചെയ്തു. ഇപ്പൊ 20 പെർ യൂണിറ്റ് എത്രയായി? 100 പെർ യൂണിറ്റ് ആയി. Okay, so that is the difference. So that is the takeaway from this problem. So the per unit reactance will be varying directly proportional to the new MVA base value. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. പക്ഷെ ഇനേർഷ്യ ആണ് ചോദിച്ചെങ്കിൽ പ്രോബ്ലത്തില് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വേരി ചെയ്യുന്നത് MVA ബേസുമായിട്ട്. ഈ രണ്ട് പോയിന്റ്സും നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് പ്രോബ്ലം ചെയ്താൽ മതി. സോ ദ ഫൈനൽ ആൻസർ ഇസ് നമ്മളോട് ചോദിച്ചേക്കുന്നത് per unit values of inertia and reactance എന്ന് പറയുമ്പോൾ 100,0.4. So 100,0.4 is the right answer. Okay. So 20 into 5 നമുക്ക് കിട്ടുന്നത് 100 ആണ് per unit and x per unit നമുക്ക് 0.4 കിട്ടി. Okay. Yes. So hope this problem is clear. So we'll move on to the next problem. Students, so we'll have a look at the next problem. The next problem goes like this. A generator is connected through a 20 MVA 13.8 bar 138 kV step-up transformer to a transmission line. Okay, generator ഇവിടെ കൊടുത്തിട്ടുണ്ട് 20 MVA യുടെ generator ആണ്. Step-up transformer വഴി transmission lineലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ഫിഗറിൽ കാണാം അല്ലേ? You have a generator here rated 20 MVA. It is connected through a step-up transformer rating 13.8 bar 138 kV. Okay, അത് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. Okay. At the receiving end of the line, a load is supplied through a step-down transformer. So here we have a load, and it is supplied through what? It is supplied through a step-down transformer of through a step-down transformer of rating 10 MVA, 138 bar 69 kV rating. So step-down transformer rating ഇവിടെ specified ആണ്. എത്രയാണ്? 10 MVA, 138 bar 69 kV. Okay. So it is a step down transformer. Primary side 130, secondary side 69. So step down transformer by load ileke connect ചെയ്തേക്കാണ്. ലോഡിന്റെ per unit value reactance ന്റെ തന്നിട്ടുണ്ട് 0.72 per unit load ആണ്. Okay. So it is evaluated on the load side transformer ratings as base values. 0.7 per unit എന്ന് പറയുന്നത് evaluate ചെയ്തിരിക്കുന്നത് ലോഡ് സൈഡ് ട്രാൻസ്ഫോമറിന്റെ ബേസ് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ 0.72 per unit നമുക്ക് കിട്ടിയേക്കണേ. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് സപ്ലൈഡ് ഫ്രം ദ അബവ് സിസ്റ്റം. For system base values of 10 MVA and 69 kVA in the load circuit, the value of the load per unit in the generator circuit will be, okay, for the system base values of 10 MVA and 69 kVA in the load circuit. The load circuit in the MVA റേറ്റിംഗും അതുപോലെ തന്നെ KV ബേസ് റേറ്റിംഗും തന്നിട്ടുണ്ട്. എത്രയാണ്? 10 MVA ആണ് MVA ബേസ് റേറ്റിംഗ് ആൻഡ് the KV base rating is 69 kV. Okay, so can't we find out the Z base, that is base impedance of the load based on these ratings? Base impedance in the load in the formula endana? It is KV base square by MVA base. Appo load side le KV base 69 kV in load side MVA base എത്രയാണ്? 10 MVA ആണ് സ്പെസിഫൈഡ് ആണ്. അപ്പൊ 69 square by 10 will give you what? Z base on the load side. So 69 square by 10 is 476.1 ohms. നമുക്ക് എന്ത് കിട്ടി? We have got Z base values as 476.1 ohm. Z base കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Z per unit ലോഡിന്റെ 0.72 ആണെന്നും ക്വസ്റ്റ്യനില് മെൻഷൻ ആണ്. This is a 0.7 per unit load. So Z ബേസും കിട്ടി, per unitഉം കിട്ടി. So what is Z per unit formula? Z actual by Z base. So Z actual is Z per unit into Z base. അപ്പൊ ലോഡില് വരുന്ന ആക്ച്വൽ ഇംപിഡൻസ് നമുക്ക് ലോഡ് ഇംപിഡൻസ് കണ്ടുപിടിക്കാം by the formula per unit impedance into base impedance. So per unit impedance നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ Z per unit as 0.72. ബേസ് ഇംപിഡൻസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ഇറ്റ് ഇസ് 476.1 ohm. So നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. It is 0.72 into 476.1. That is,
you will get it as 342.792 കിട്ടി. ആക്ച്വൽ ലോഡ് ഇവിടെ 342.79 ohms ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് ഇംപെഡൻസ്. അപ്പൊ ആക്ച്വൽ ലോഡ് ഇംപെഡൻസ് നമുക്ക് കിട്ടി. സോ ആക്ച്വൽ വാല്യൂ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ദ വാല്യൂ ഓഫ് ദ ലോഡ് പെർ യൂണിറ്റ് ലോഡ് ഇംപെഡൻസ് ഇൻ ദ ജനറേറ്റർ സർക്യൂട്ട് വിൽ ബി. ഓക്കെ, ഈ ലോഡിനെ നമ്മൾ ജനറേറ്റർ സൈഡിന്റെ ട്രാൻസ്ഫോമറിന്റെ ബേസ് വാല്യൂയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും ഈ പെർ യൂണിറ്റ് വാല്യൂ വ്യത്യാസം വരിക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ വാല്യൂ ലോഡിന്റെ ഇംപെഡൻസിൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷെ ബേസ് വാല്യൂ ഇപ്പൊ നമ്മൾ ജനറേറ്റർ സൈഡിന്റെ റേറ്റിംഗ്സിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ജനറേറ്റർ സൈഡ് എന്ന് പറയുമ്പോൾ ഈ സൈഡ്, ദിസ് ഇസ് യുവർ ജനറേറ്റർ സൈഡ്. സോ ജനറേറ്റർ ഇസ് ക്ലോസ് ടു വിച്ച് ട്രാൻസ്ഫോമർ? ദ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിലാണ് ജനറേറ്റർ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ പ്രൈമറി സൈഡ് വോൾട്ടേജ് റേറ്റിംഗ് എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ 13.8 kV. So the generator base voltage will be 13.8. So kV base square by MVA base. MVA base 20 MVA ആണ് ജനറേറ്ററിന്റെ. അപ്പൊ Z base generator എന്തായിരിക്കും? 13.8 square by 20. Okay. So generator is connected to 13.8 kV transformer side. So the voltage of voltage of generator would be 13.8 itself. 13.8, and the MVA rating of the generator is given as 20 MVA generator. So 20 is the MVA rating. So kV base square by MVA base is your base impedance formula. Substitute, so we'll get 13.8 square by 20 MVA, that is coming to be 9.522 per unit. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആക്ച്വൽ ഇംപെഡൻസ് ബൈ ഈ ബേസ് ഇംപെഡൻസ്. ഇപ്പൊ ബേസ് ഇംപെഡൻസ് ഏത് സൈഡിലാണ്? ലോഡ് സൈഡിന്റെ ആണോ? അല്ല, ജനറേറ്റർ സൈഡിലേക്ക്, ജനറേറ്റർ സർക്യൂട്ടിലേക്ക് റെഫർ ചെയ്യാമെന്നാണ് ചോദിച്ചേക്കണേ. സോ ഇറ്റ് ഇസ് എ ഗേറ്റ് പ്രോബ്ലം വൺസ് അഗെയിൻ. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വന്നിരുന്നു പല കുട്ടികൾക്കും. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ലോഡ് സൈഡിന്റെ യൂണിറ്റ് വെച്ചിട്ട് ആക്ച്വൽ ഇംപെഡൻസ്, ലോഡ് ഇംപെഡൻസ് കാണുക. പിന്നെ ഇസെറ്റ് ബേസ് ഓൺ ദ ജനറേറ്റർ സൈഡ് കാണുക. ആക്ച്വൽ ബൈ ജനറേറ്റർ ഇംപെഡൻസ് ചെയ്യാം. സോ വാട്ട് ഇസ് ഇസെറ്റ് പെർ യൂണിറ്റ്? ആക്ച്വൽ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 342.79. So 342.79 by 9.522. This is the base value on the generator side. So when you do it, we'll find the answer. It is 342.79 divided by 9.522. So this you will get it as 36. Okay, 36 ആണ് കിട്ടുന്നത്. So option A is the right answer. Option A 36 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 36 was there. 1.44, 0.72, 0.1. ഇവിടെ എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും സ്റ്റുഡൻസിന് പെർ യൂണിറ്റ് വാല്യൂ അല്ലെ ലെസ് ദാൻ 1 വരുള്ളൂ. പക്ഷെ സി ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ബിക്കോസ് ദ ബേസ് ഇംപെഡൻസ് ഹാസ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച്ഡ്. നേരത്തെ ബേസ് ഇംപെഡൻസിന്റെ വാല്യൂ 476.1 ആണ്. ഇവിടെ ബേസ് ഇംപെഡൻസ് ജനറേറ്റർ സൈഡിന്റെ വളരെ കുറവാണ്, 9.522 ohm ആണ്. അപ്പൊ ബേസ് ഇംപെഡൻസ് കുറയുന്നതോറും പെർ യൂണിറ്റ് വാല്യൂ ലോഡിന്റെ കൂടുന്നു ജനറേറ്റർ സൈഡിലേക്ക് റെഫർ ചെയ്യുമ്പോൾ. ഓക്കെ, യെസ്. Okay, so thank you. This was all about the problems from the topic per unit system. Okay, thank you.